ഓക്കെ, ഹലോ എവരി വൺ. നമുക്കപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോവാം. ഫോർത്ത് മൊഡ്യൂൾ ആസ് ഓഫ് നോ നമുക്കറിയാം എന്താണ് ലാസ്റ്റ് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂൾ പരീക്ഷയ്ക്ക് വരാറില്ല, അപ്പോൾ ഫോർത്ത് വരെ നോക്കിയാൽ മതി. ഫോർത്ത് മൊഡ്യൂളിലെ ഹെഡിങ്ങിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് നോൺ കൺവേഴ്സ് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ നോൺ കൺവേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. ബട്ട് നമ്മൾ വിഷയം അതെല്ലാം നമുക്ക് അറിയാനുള്ള കാര്യം നമുക്ക് സിലബസ് വെച്ചാലല്ലോ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. സിലബസിനകത്ത് എവിടെ വേണമെങ്കിലും ചോദിക്കാതിരിക്കാം. നമുക്കറിയേണ്ടത് കണ്ടൻ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം അവർ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു തോന്നുന്നുണ്ട് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ്. കമ്പനിക്ക് ഒരു 100 കണക്കിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് കാണും. പക്ഷെ നമുക്കറിയേണ്ടത് എന്താണ്, അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ് ഒരു കമ്പനി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന 2-3 കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, രണ്ടാമത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, മൂന്നാമത് നോട്ട്സ് ടു അക്കൗണ്ട്, നാലാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അഞ്ചാമതായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അത് വയ്ക്കാറുണ്ട്. ഇതിൽ കൂടുതൽ വരാറുണ്ട്. ബട്ട് വളരെ ബേസിക്കായിട്ട് നമുക്ക് ഇത്രയേ പറയാറുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനം അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അഥവാ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, നമ്മുടെ പഴയ അക്കൗണ്ടിങ് ഫോർ എവരിവൺ പോലുള്ള വീഡിയോസ് കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് കാണാൻ വരിക കേട്ടോ. അല്ലാതെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ള വലിയ സംശയമുണ്ട്. കാര്യം ബേസിക്സ് അറിഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് അറിയാമെന്ന് ഉറപ്പാക്കാം. മുമ്പ് പലതും കണ്ടിട്ട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബേസിക്സ് ഇല്ലായ്മയുടെ ഒരു കുറവുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാര്യം അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം തികയത്തില്ല. വളരെ പെട്ടെന്ന് കാര്യം ഞാൻ മെജോറിറ്റി ആൾക്കാർക്ക് വേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനിടയ്ക്കാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വീഡിയോസാണ് അവർക്ക് വേണ്ടെന്നുള്ളത് കൊണ്ടാണ്, മെജോറിറ്റി റിക്വസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് കമ്മിയെടുത്ത് പറയാനാണെങ്കിൽ മണിക്കൂർ കണക്കിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരു റിവിഷൻ വീഡിയോ മാത്രമാണ്. ഓക്കെ, സ്റ്റിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് ഞാൻ കഴിയുന്നത് പോലെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, വീണ്ടും പറയുന്നു, നമുക്കെന്തുണ്ട്, ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് കാണിക്കുന്നു, പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് കാണിക്കുന്നു. ബാലൻസ് ഷീറ്റ് നമ്മുടെ അസറ്റ് ലൈബിലിറ്റീസ് കാണിക്കുന്നു. മൂന്നാമത്തെ സാധനം നിങ്ങൾക്ക് വലിയ പരിചയം കാണത്തില്ല, നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയും. നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും വെർട്ടിക്കൽ ഫോമിലേക്ക് പോവുകയാണ്. വെർട്ടിക്കൽ ഫോം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്തില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റി എടുത്ത് എഴുതത്തില്ല. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് തന്നെ എല്ലാ അസറ്റും ലൈബിലിറ്റി എടുത്ത് എഴുതത്തില്ല. കാര്യം നമ്മൾ പഠിച്ച ബാലൻസ് ഷീറ്റ് എങ്ങനെയാ ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ പിന്നെ ലൈബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എന്താണ്, ഹൊറിസോണ്ടലാണ്. വെർട്ടിക്കൽ ഫോമിലേക്ക് വരുമ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം എഴുതാൻ പറ്റത്തില്ല. എല്ലാം എഴുതാൻ പറ്റാത്തതുകൊണ്ടല്ല. കാര്യം ഈ പറഞ്ഞ അസറ്റുകളുടെ പേര് ലൈബിലിറ്റികളുടെ പേര് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ഹെഡിങ്ങും കൊടുക്കണം. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയണം. അത് എവിടെ പറയുന്നത് അറിയാം, നമ്മുടെ ഷെഡ്യൂൾ 3 പ്രകാരം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തൊക്കെ വരാനുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ ഹെഡിങ്ങും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എവിടെയാണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിലായിരുന്നാലും ശരി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരുന്നാലും ശരി, എല്ലാ ഹെഡിങ്ങുകളും എല്ലാ കണ്ടൻറ്റും ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് തന്നെ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ബാലൻസ് ഷീറ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഞാൻ വെറുതെ ഉദാഹരണം പറയുന്നതാണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് 5 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യത്തില്ല, കറണ്ട് അസറ്റുകൾ അവിടെ എഴുതത്തില്ല. പകരം ഇവിടെ ഒരു നമ്പർ കൊടുക്കും, നോട്ട് നമ്പർ 2 എന്ന് കൊടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നോട്ട്സ് ടു അക്കൗണ്ടിൻ്റെ അകത്ത് രണ്ടാമത്തെ നോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഓരോ വിലയും അതിൻ്റെ ടോട്ടൽ 5 ലക്ഷം വരുന്നതായിട്ടും മനസ്സിട്ടുണ്ടാവും. ഇതുപോലെ ആയിരിക്കും എല്ലാ ഐറ്റവും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ഐറ്റങ്ങളെ സമ്മറൈസ് ചെയ്ത് മാത്രം അതിൽ കാണിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന മറ്റൊരു ഡോക്യുമെൻ്റാണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം, നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കടന്നു പോയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, മാൻഡേറ്ററി ആണ് കമ്പനികൾക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ പണത്തിൻ്റെ മൂവ്മെൻറ്റ്, അവരുടെ കയ്യിലുള്ള റിയൽ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്.
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അറിയാവുന്നവർക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടാകും. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല, ഒരു ലീഗലി മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ല. പിന്നെ കമ്പനികൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാണിക്കാറുണ്ട്. അവരുടെ ഈ ഇൻവെസ്റ്റേഴ്സിന്, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം സ്വീകരിച്ച് നടന്നു പോകുന്ന കമ്പനികളുണ്ടല്ലോ അല്ലേ, അവരുടെ ഷെയർസ് സെൽ ചെയ്ത് നടന്നു പോകുന്ന കമ്പനി, അവരുടെ ഇക്വിറ്റിയിലുണ്ടായ ചേഞ്ച് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയും കൂടെ പലരും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ മേജറായിട്ട് ഈ 5 സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡുകളാണ് എല്ലാ കമ്പനികളും ചെയ്തു പോകുന്നത്. ഏതൊക്കെയായിരുന്നു? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നോട്ട്സ് ടു അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇനി പറയുന്നത് എന്താണ് നമ്മുടെ ഷെഡ്യൂൾ 3 പറയുന്നതെന്നാണ്. അപ്പോൾ നമുക്കിനി ആ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഷെഡ്യൂൾ 3 എന്താണെന്ന് ജസ്റ്റ് അത് നോക്കുന്നു. പിന്നെ ബേസിക്കലി ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ഓക്കെ, ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എവിടെ വരുമ്പോൾ വെർട്ടിക്കൽ ഫോമിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നും കൂടെ നമ്മൾ നോക്കുന്നു. നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഞാനത് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാധാരണ നമുക്ക് അറിയുന്നുള്ള അതേ ക്വസ്റ്റ്യനാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എഴുതേണ്ട ഫോർമാറ്റ് വേറെയാണ്. അപ്പോൾ അത് പഠിച്ചേ പറ്റൂ. കാര്യം ഇപ്പോൾ നിലവിൽ നമ്മൾ പഠിക്കുന്ന പണ്ടത്തെ നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യമാണ്. നിലവിൽ ഒരു കമ്പനിയും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കുന്ന പോലെ ഈ പറഞ്ഞ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നത് ഇങ്ങനെ ഒരു ഫോമിലാണല്ലോ, ഹൊറിസോണ്ടല്ല. ഇവിടെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് അങ്ങനെയല്ല ഇപ്പോൾ ആരും ചെയ്യുന്നത്. എല്ലാവരും ഈ ലേറ്റസ്റ്റ് ഷെഡ്യൂൾ 3 പ്രകാരമാണ് ചെയ്യുന്നത്. ആ ഒരു ഫോം നമുക്കൊന്ന് പഠിച്ചേ പറ്റും. ഓക്കെ, ഒന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിക്കാം. നമുക്ക് ആ ഫോം കാര്യങ്ങളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് തന്നെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കമ്പനികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കമ്പനി എന്തൊക്കെ ചെയ്യും, മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോമാറ്റും ആണ്. നോക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്. അസറ്റും ലയബിലിറ്റിയും 2 വശങ്ങളിലേക്കായിരിക്കില്ല നമ്മൾ എഴുതുന്നത്, താഴേക്കാണ് എഴുതുന്നത്. ആദ്യം എന്ത് എഴുതുന്നു? കണ്ടോ, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. പിന്നെ കോളം ഹെഡിങ് ശ്രദ്ധിക്കുക. പെർട്ടിക്കുലേഴ്സ് കോളം നമുക്ക് സാധാരണ നമ്മൾ പഠിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും പെർട്ടിക്കുലേഴ്സ് കോളം വരത്തില്ല അല്ലേ. പക്ഷേ ഇവിടെ പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, നോട്ട് നമ്പർ ഉണ്ട്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഷെയർ ക്യാപിറ്റലിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കാണാം. അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടിരിക്കില്ല. ഇവിടെ ഈ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്തു പോകും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഷെയർ ക്യാപിറ്റൽ അവിടെ നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കും. എന്നിട്ട് താഴെ നോട്ട് നമ്പർ 1 ഇന്നതാണെന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷൻ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് അകത്ത് കാണാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ലോൺ കാണാം, ഡിബഞ്ചർ കാണാം, അങ്ങനെ പലതും കാണാം. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്ത് മാത്രമേ കാണൂ? നോട്ട് നമ്പർ 2 എന്ന് മാത്രമേ കാണൂ. ഇനി നോട്ടുകൾ വരുന്ന നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ എന്ത് കാണും? ഈ നോട്ട് നമ്പർ 2ൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളുടെ എക്സ്പ്ലനേഷൻ കാണാം. ഓക്കെ, പിന്നെ വരുന്നത് ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡ്, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് റിപ്പോർട്ടിംഗ് പീരീഡ്. ഇത് നമുക്ക് വരുമ്പോൾ മിക്കവാറും ഈ പ്രീവിയസ് കാണത്തില്ല. പക്ഷേ സാധാരണ കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഇവിടെ കമ്പയർ ചെയ്ത് കൊണ്ടേ കാണിക്കത്തുള്ളൂ. ഇതേപോലെ 2 ഒരുമിച്ച് കാണിച്ച് പോകത്തുള്ളൂ. ഓക്കെ, സാധാരണ നമ്മൾ ഈ വർഷത്തെ മാത്രം എഴുതിയാണല്ലോ പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്തും കൂടെ കാണും, കഴിഞ്ഞ വർഷത്തെയും കൂടെ കാണും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഒരു ഫോർമാറ്റ് പ്രത്യേകത. ഇനി ഇതിൻ്റെ ഐറ്റംസ് നമുക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്, പക്ഷേ എഴുതിയിരിക്കുന്ന രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ആദ്യം വരുന്നത്, നമ്മൾ വെറുതെ ക്യാപിറ്റൽ എന്ന് എഴുതി ക്യാപിറ്റൽ എന്നും ജനറൽ റിസർവ് എന്നൊക്കെ എഴുതി ശീലിച്ച നമുക്ക് ആദ്യം കാണുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടെന്നും പറഞ്ഞ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, മണി അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ഷെയർ വാറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രോസസ്സ് ഓർമ്മ കൊണ്ട് വിചാരിക്കുന്നു. ബുക്ക് ബിൽഡിംഗ് നമ്മൾ ഈ ഒരു പോക്കിൽ തന്നെ സംസാരിച്ച കാര്യമാണ്. ഷെയർ നമ്മൾ എന്ത് ചെയ്ത് അലോട്ട് ചെയ്ത് കൊടുത്തു, പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അവർ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായി മാറുമോ ഇല്ല എന്നുള്ളത്. നിലവിൽ അവരെന്തല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ല. പക്ഷേ അവരുടെ കയ്യിരിക്കുന്ന വാറണ്ട് അവർ അക്സെപ്റ്റ് ചെയ്ത ആ നിമിഷം അവരെന്തായി മാറും? ഷെയർ ഹോൾഡേഴ്സായി മാറും. ഇനി അവർ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് തിരിച്ച് കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് അങ്ങനെ നടുക്ക് നിൽക്കുന്നവരെ എമൗണ്ടിനെയാണ് നമ്മൾ എവിടെ കാണിച്ചിരിക്കുന്നത്? മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ വേണമെന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അലോട്ട്മെൻറ്റ് തീർന്നിട്ടില്ല. ഓക്കെ, ഈ 2 കേസും വ്യത്യാസമാണ്. ഇത് അലോട്ട്മെൻറ്റും കഴിഞ്ഞു, പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ഇത് നമ്മുടെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന ടെർമോളജി സാധാരണക്കാരന് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഐ റിപ്പീറ്റ്, ഫിനാൻസിൻ്റെ ബേസിക്സും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുമോ? അതുണ്ടെന്ന് എന്തായാലും ഉറപ്പാക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, അലോട്ട് ചെയ്തു, ഇത് അപ്ലിക്കേഷൻ കിട്ടി, പക്ഷേ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എമൗണ്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞു. പിന്നെ പറയുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റീസ്. ബാക്കിയുള്ള നോൺ കറണ്ട് ലൈബിലിറ്റീസ് നമ്മൾ സാധാരണ പറയുന്ന ലോങ് ടേം ലൈബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? ലോങ് ടേം ബോറോയിങ്സ്, ഡിഫേർഡ് ടാക്സ് ലൈബിലിറ്റി, വേറെ എന്തെങ്കിലും ലോങ് ടേം ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്രൊവിഷൻസ് എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ വരും. അപ്പോൾ 3 പാർട്ട് ലൈബിലിറ്റി, ഇക്വിറ്റി ലൈബിലിറ്റി സൈഡിൽ 3 പാർട്ട് വരുന്നുണ്ട്. 4 പാർട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഇത്രയും ഇക്വിറ്റിയുടെ പാർട്ടാണ്, ഇത്രയും നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്, ഇത്രയും കറണ്ട് ലൈബിലിറ്റീസാണ്. ഓക്കെ, നമ്മൾ വെറുതെ സിമ്പിളായിട്ട് പറഞ്ഞു പോയിരുന്നതിനെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ഹെഡിങ്സ് നമ്മളെ എന്താ പറയുക, ലോ ഇങ്ങോട്ട് തരാണ്. ഹെഡിങ്സ് ഞാൻ തരാം, ബാക്കി എഴുതാനുള്ള കണ്ടന്റ് നിൻ്റെ സാഹചര്യം അനുസരിച്ച് മാറ്റി എഴുതിക്കുമെന്ന് പറയുന്നത്. പണ്ട് നമ്മളായിരുന്നു സ്വന്തമായിട്ട് ഹെഡിങ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. അതുമാത്രമല്ല ഇതേപോലത്തെ ഹെഡിങ്സ് ഒന്നും നമ്മൾ കണക്കിലെടുക്കാറേ ഇല്ലായിരുന്നു. നമ്മളെപ്പോഴെങ്കിലും നോൺ കറണ്ട് ലൈബിലിറ്റിയുടെ പോലെ നോൺ കറണ്ട് ലൈബിലിറ്റി എടുത്ത് എഴുതുമായിരുന്നില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ എടുത്ത് നോക്കിയാൽ ഈ കിടക്കുന്ന ഐറ്റം കറണ്ട് ലൈബിലിറ്റി ആണോ നോൺ കറണ്ട് ലൈബിലിറ്റി ആണോ അവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഹെഡിങ് അടി കൊടുത്തേക്കുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അതുതന്നെയാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ 3യുടെ ഉദ്ദേശവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഹെഡിങ് കൊടുത്ത് നോൺ കറണ്ട് ലൈബിലിറ്റീസ് പറയുന്നു. പിന്നെ കറണ്ട് ലൈബിലിറ്റീസ് അവിടെ പറയുന്നു. കറണ്ട് ലൈബിലിറ്റി ഷോർട്ട് ടേം ബോറോയിങ്സ് അല്ലെ, പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടത്, ട്രേഡ് പേയബിൾ, പിന്നെ അതർ കറണ്ട് ലൈബിലിറ്റി, ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഒക്കെ പറയുന്നു. നമ്മൾ പണ്ട് എഴുതിക്കിട്ടുന്ന ബാലൻസ് ഷീറ്റ് തന്നെയാണ്, പക്ഷേ സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ, മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, നോൺ കറണ്ട് ലൈബിലിറ്റീസ്, കറണ്ട് ലൈബിലിറ്റീസ്. ഈ ഒരു രീതിയിലാണ് ഏത് പോകുന്നത്? നമ്മുടെ ലൈബിലിറ്റി സൈഡ് പോകുന്നത്. ഇനി അസറ്റ് സൈഡ് വന്നാലോ? അസറ്റ് സൈഡിലും ആദ്യം കാണിക്കുന്നത് നോൺ കറണ്ട് അസറ്റുകൾ, പിന്നെ കറണ്ട് അസറ്റുകൾ, അത്രയേ ഉള്ളൂ. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം അസറ്റ്സ്, അതിന് കൃത്യം സ്ഥാനം പറയുന്നുണ്ട്. പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, അതിൻ്റെ ടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്, പിന്നെ ഇങ്ങനെ നോൺ കറണ്ട് അസറ്റുകൾ, അതർ നോൺ കറണ്ട് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയും അതർ നോൺ കറണ്ട് അസറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ട്? ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ ഐറ്റം അല്ല അതർ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഐറ്റങ്ങൾ കാണും. എന്ത് ചെയ്യും? നോട്ട് നമ്പർ പോകും. ടാഞ്ചിബിൾ അസറ്റാണ്. ഇപ്പോൾ അവിടെയും ഈ ടാഞ്ചിബിൾ അസറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതത്തുള്ളൂ. എന്നിട്ട് നോട്ട് കൊടുത്തിട്ട് നോട്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ടാഞ്ചിബിൾ ഐറ്റം, അതിൻ്റെയൊക്കെ ടോട്ടൽ എന്താണെന്ന് കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ എന്തും കാണിക്കുന്നുണ്ട്? കറണ്ട് അസറ്റ്സ് വരുന്നുണ്ട്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻറ്ററി, സ്റ്റോക്ക്. നമ്മൾ സാധാരണ എഴുതുന്ന ഐറ്റംസ് തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? സ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? കറണ്ട് ആയിരുന്നു അല്ലേ, പിന്നീടായിരുന്നു നോൺ കറണ്ട് എഴുതുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് അറിയാമെന്നുള്ളവന് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊരു ബേസിക് ഐഡിയ ഉള്ളവന് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. എന്നാൽ അതറിയാത്തവർ കണ്ടാൽ വലിയൊരു കോംപ്ലിക്കേഷൻ തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ ആ ബേസിക് ഐഡിയ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്തിലേക്ക് പോവാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകാം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊന്നും നമ്മൾ തൽക്കാലം അറിയാൻ നിൽക്കേണ്ട. നമ്മളതിന് മാത്രം വളർന്നിട്ടില്ല. ഞാനിത് എന്ത് ചെയ്യാം? ഞാൻ ഈ ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനലിൽ ഇത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയാൽ ഈ ഒരു PDF കാണാം. ഇനി അടുത്ത പറയുന്നത് വീണ്ടും പാർട്ട് 2 കമ്പനി തന്നെ, നമ്മുടെ ലോ തന്നെ പറയുന്ന ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു ഫോമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാണ്. വീണ്ടും വെർട്ടിക്കലാവാണ്. നമ്മൾ പണ്ട് ചെയ്തിരുന്നപ്പോൾ ഈ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ എഴുതി ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അതല്ല ഇവിടെ വെർട്ടിക്കലാണ്, താഴോട്ടാണ് എഴുതുന്നത്. നോക്കിയടാ, നമ്മൾ പണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന കാര്യമാണല്ലേ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന ഹെഡിങ് നമ്മൾ കൊടുക്കത്തില്ല. പകരം എന്താ കൊടുക്കുന്നത്? സെയിൽസ് എന്നും അങ്ങനെയൊക്കെയല്ലേ കൊടുത്തിരുന്നത്. ഇതങ്ങനെയല്ല, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നാണ് കൊടുക്കുന്നത്. വീണ്ടും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയിക്കാൻ നമുക്ക് നോട്ട് നമ്പർ ഉണ്ട്. നോട്ടിൽ നമ്മൾ എന്ത് ചെയ്താൽ വ്യക്തത വരുത്തിയാൽ മതി. ഞാൻ നോട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നോട്ട് കാണിച്ചു തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ ഇൻകം എത്ര, എന്നിട്ടാണ് എക്സ്പെൻസുകളിലേക്ക് പോകുന്നത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസ് എത്ര, ഇൻവെൻട്രിയിലുണ്ടായ ചേഞ്ച് എത്ര, വർക്കിംഗ് പ്രോഗ്രസ് എത്ര ബാക്കി വെച്ചിട്ടുണ്ട്, എംപ്ലോയി ബെനിഫിറ്റ് എന്ത് കൊടുത്തു, ഫിനാൻസ് കോസ്റ്റ് എന്തുണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അമോർട്ടൈസേഷൻ, അതർ എക്സ്പെൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ടോട്ടൽ എക്സ്പെൻസ് എടുക്കുന്നു. എന്നിട്ട് എക്സ്പെൻസും ഇൻകം നമ്മൾ ഇവിടെ ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. മൂന്നാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കി. മൂന്നാമത്തെ ഐറ്റം 1+2 ആയിരുന്നു. അത് രണ്ടും കൂടി ചേരുമ്പോൾ ടോട്ടൽ ഇൻകം കിട്ടി. ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ഐറ്റമായിട്ട് എടുത്ത ടോട്ടൽ എക്സ്പെൻസാണ്. ഇൻകം മൈനസ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ആണോ
ലോസ് ആണോ എന്നറിയാം. പിന്നെ എക്സെപ്ഷണൽ ഐറ്റം എന്ന് പറഞ്ഞ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും ടാക്സ് എന്നൊക്കെ പറഞ്ഞ് പല ഐറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ഓരോന്നും പടിപടിയായിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. നോക്കി മിക്ക കേസിൽ ഇതൊന്നും കാണത്തില്ല. ഇവിടെ എക്സെപ്ഷണൽ ഐറ്റം എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എക്സെപ്ഷണൽ ഐറ്റം നമ്മുടെ ബിസിനസ്സിൻ്റെ നോർമൽ ആക്ടിവിറ്റിയിൽ വന്ന് ചേരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും വരുന്നതല്ല, പക്ഷേ ഇപ്രാവശ്യം വന്ന് ചേർന്നു. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല, അങ്ങനത്തെ ഒരു എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് നമ്മളങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നോക്കുന്നത്. കാര്യം നമുക്ക് ഏത് ലെവലിലുള്ള പ്രോഫിറ്റ് നോക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റണം. ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നത് ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഐറ്റംസ്, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഐറ്റംസ് മാറ്റി നിർത്തിയാൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഇനി ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രോഫിറ്റ് എത്രയാണ്. ഇനി ഇവിടെ അടുത്ത പ്രോഫിറ്റ് ടാക്സ് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ്, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, അതിലേക്കൊന്നും പോകണം. ബേസിക്കലി കണ്ടോ, ഇതാണ് പ്രോപ്പർ സാധനം. ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഏർണിങ്സ് പെർ ഷെയർ കിട്ടുന്നു എന്ന് വരെ കാണിച്ചു നിർത്തുന്നു അല്ലേ. എന്താണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന, ഇത് ടാക്സുകൾ എല്ലാം മറ്റ് എക്സ്പെൻസും എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടും എന്ന് വരെ കാണിച്ച് നിർത്തുന്നതാണ് ഇവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. കാണാതെ പഠിക്കാനല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ബട്ട് നമുക്ക് അറിയാമെന്നുള്ളവർക്ക് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഒരു യൂസ് അല്ലെങ്കിൽ ആ ഒരു ബേസിക്സ് അറിയാമെന്നുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഓക്കെ, ബട്ട് ഇതാണ് നമ്മുടെ കമ്പനീസിലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പിന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നോട്ട് സഹിതമുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടെ കണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഗെയിൻ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്തേ ഉള്ളൂ, ഈ പറഞ്ഞ നോട്ട്സ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് കൂടെ ഒന്ന് കണ്ടുപോകുന്നു. വീണ്ടും നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. കണ്ടോ, ബാലൻസ് ഷീറ്റിൽ ആദ്യം എന്ത് എഴുതുന്നു, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി, നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്, ടോട്ടൽ, പിന്നെ അസറ്റിൻ്റെ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിർത്തി. എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, നോട്ട് കൊടുക്കുന്നു. നോട്ട് 1 പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എത്ര. കണ്ടില്ലേ, ഇവിടെ എന്തേ കാണിക്കുന്നുള്ളൂ, ഇവിടെ നമ്മൾ വെറുതെ ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ നോട്ടിൽ വരുമ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്ര, അതിൽ എത്ര ഇഷ്യൂ ചെയ്തു, എത്ര സബ്സ്ക്രൈബ് ചെയ്തു, എത്ര അരിയറി കിടക്കുന്നു, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഐറ്റം ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ റിസർവ് എത്ര, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എത്ര, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എത്ര, ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചാണ്, ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് റിസർവ് പറയുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ലോങ് ടേം ബോറോയിങ്സ് മാത്രം പറഞ്ഞെങ്കിൽ ഇവിടെ അതിൽ എത്രയാണ് ബോണ്ട്, എത്രയാണ് ടേം ലോൺ, എത്ര ആ ടേം ലോണിൻ്റെ അകത്ത് തന്നെ ബാങ്കിൽ നിന്ന് എടുത്ത് എത്ര, അല്ലാതെ എത്ര, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു പോകുന്നു. ഇതേപോലെ എല്ലാ ഐറ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ടാഞ്ചിബിൾ അസറ്റ് വരുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് എത്ര, അഡീഷൻ എത്ര ഉണ്ടായി, എത്ര രൂപയുടെ സാധനം വിറ്റു, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്, റിപ്പോർട്ടിംഗ് ആണ്. മനസ്സിലായില്ലേ? സാധാരണക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു ബിസിനസ് ഈ സാധാരണക്കാരൻ നമ്മൾ വെറുതെ പറയില്ല, അവരായിരിക്കും ഇൻവെസ്റ്റേഴ്സ് അല്ലേ, അവരുടെ പൈസയ്ക്കാണ് ഈ ബിസിനസ് നിലനിന്ന് തോന്നുന്നത്. അവർക്കപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കിട്ടുന്നതെന്ന് ഉറപ്പാക്കാനാണ് ഈ പറഞ്ഞൊരു ഫോർമാറ്റ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റിൻ്റെ നോട്ടൊന്നും നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടോ നിങ്ങൾ എഴുതാൻ നിൽക്കേണ്ട. അതിനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ തരുന്നാൽ ഒരു 2 വർഷം ഒരു ചെയ്യേണ്ട കാര്യം, അത് ഒരു പരീക്ഷയ്ക്ക് തരത്തില്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട. മിനിമം എന്ത് കാണും, ഈ പറഞ്ഞ നോട്ട് തരാനുള്ള വകുപ്പ് കാണും. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ എന്ത് കാണും, ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് ബോണ്ട് ഉണ്ട്, ടേം ലോൺ ഉണ്ടെന്ന് തന്നേക്കും. അത് രണ്ടും കൂടെ നമുക്ക് എവിടെ എഴുതാൻ പറ്റത്തില്ല, ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പറ്റത്തില്ല. ലോങ് ടേം ബോറോയിങ്സ് എന്ന ഹെഡിൽ ഇതിൻ്റെ സമ്മ എഴുതാം, അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ നോട്ട് നമ്പർ ഇട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതുപോലെ എന്തുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് എന്ത് പറയുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞ അതേ ഹെഡിങ് ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം, പിന്നെ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, അവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് മാത്രം പറഞ്ഞു. അതിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെയാണ് പറയുന്നത്. സെയിൽസ് ഓഫ് ഗുഡ്സ് എത്ര, സെയിൽസ് ഓഫ് സർവീസ് എത്ര, ട്രേഡിംഗ് കമ്മീഷൻ എത്ര, അങ്ങനെയൊക്കെ അങ്ങനെ എക്സ്പ്ലനേഷൻ ഇവിടെയാണ് തരുന്നത്. പിന്നെ അതർ ഇൻകം എന്ന് ഒറ്റ ഹെഡിങ് നമ്മുടെ ഇവിടെ കൊടുത്തിരുന്നല്ലേ. അത് നോക്കി, അതർ ഇൻകം സെക്കൻഡ് ഐറ്റം അതർ ഇൻകം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് ടോട്ടലാണ് കാണിക്കുന്നത്. അതെ, അതർ ഇൻകത്തിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ള കാര്യം ഇവിടെ നോട്ട്സിലാണ് കൊടുക്കുന്നത്. ഇതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ടൈം കൺസ്യൂമിങ് ആണെന്ന്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നും വരത്തില്ല. ഓക്കെ, ഞാൻ ഈ 2 കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നേക്കാം.
ഞാനിതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, മനഃപൂർവ്വം ചെയ്യാത്തതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം നമുക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകമൊന്നുമില്ല. നമ്മൾ ചെയ്ത് പഠിച്ച സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തന്നെയാണ്, അപ്രോച്ച് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, എന്ത് ഡൗട്ടെങ്കിലും ചോദിക്കുക, ഇതിൽ എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് വൈൻഡിങ് അപ്പ് വീഡിയോ ആയിട്ട് ഒന്നും കൂടെ സിലബസിലേക്ക് ഒന്ന് പോവുകയാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇന്നതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായി തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് മനഃപൂർവ്വം പറയാത്തത്. എന്തെന്നറിയാമോ, നമുക്കറിയത്തില്ല ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന ആൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്, അയാൾ എന്താ ഇടാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഇന്ന കാര്യങ്ങളിലേക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, ഏറ്റവും ആദ്യമായിട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്, നമുക്കതുകൊണ്ട് അറിയത്തില്ല. എന്നാലും പൊതുവേ ഉള്ള ധാരണ എന്നത് ഞാൻ പറയുകയാണ്, ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നിന്ന് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ പറഞ്ഞ ജനറൽ ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും കാണാതിരിക്കില്ല. ഈ പറഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിലേക്ക്, സെക്കൻഡ് യൂണിറ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. കാര്യം ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെയാണ്, അവരുടെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്, അത് ചോദിച്ചേക്കാം. പിന്നെ മൂന്നാമത്തെ യൂണിറ്റൊക്കെ ചോദിക്കുകയെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമില്ല. IFSനെ IFRSനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ടാവാം മേ ബി. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ബൈബാക്ക് ഓഫ് ഷെയർസ് പ്രതീക്ഷിക്കാം. ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസും കാര്യങ്ങളൊക്കെ അറിയത്തില്ല, അതൊക്കെ മേ ബി. പക്ഷെ ബൈബാക്കിൽ എനിക്ക് എന്തോ ഒരു പ്രതീക്ഷ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇഷ്യൂ ഓഫ് ഷെയറും ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. അണ്ടർ റൈറ്റിങ്ങിൻ്റെ ചോദ്യം അവരിപ്പം സിലബസിൽ തന്നേക്കുന്ന ഒരൊറ്റ വാക്ക്, അത് കണ്ടിട്ട് നമുക്കതിൻ്റെ പറഞ്ഞ ലൈബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ചോദ്യം വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും വലിയ സ്കോപ്പ് തോന്നുന്നു എനിക്ക്, ആസ് ഓഫ് വലിയ സ്കോപ്പ് തോന്നുന്നില്ല. ബുക്ക് ബിൽഡിങ്ങിൻ്റെത് ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ബുക്ക് ബിൽഡിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബേസിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ആ ഒരു ജേർണൽ എൻട്രി എഴുതുന്നത് ഒന്ന് പറ്റുമെങ്കിൽ നോക്കി വെച്ചാൽ ഇത് ഉറപ്പാണ്. ഈ പറഞ്ഞ 4ാമത്തെ യൂണിറ്റ് എന്നുള്ള ചോദ്യം ഉറപ്പാണ്. സാധാരണ എവിടെയൊക്കെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ യൂണിറ്റ് ഇതിൽ വന്നിട്ടുണ്ടോ, ഐ മീൻ സിലബസിൻ്റെ വന്നിട്ടുണ്ടോ, അവിടെ ചോദിക്കാതെ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് കുത്തിയിരുന്ന് കാണാതെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. വെറുതെ ഫോർമാറ്റ് വരച്ചിട്ടാലേ മാർക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ റിപ്പീറ്റ്, ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, അവർ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ധാരണയില്ല. മിനിമം ആ ഒരു ഫോർമാറ്റെങ്കിലും ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൻ്റെ അകത്ത് 2 ഷെയർ ചെയ്യുന്നുണ്ട്, നോക്കാം. ഇനിയും പറയുന്നു, സമയമുണ്ട്, 1-2 ദിവസം സമയമുണ്ട്, ഒന്ന് നോക്കുക. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണം, ഒത്തിരി അറിയണമെന്ന് തോന്നിയാൽ പറയാൻ ഞാൻ കഴിവതും അത് ഒന്നും കൂടെ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.